കൊച്ചിന് വസ്തു മേടിക്കണമായിരുന്നു. ഇവരുടെ കയ്യിൽ പൈസ ഇല്ല. മാമോട് പറയുക ഇവരുടെ കയ്യിൽ പൈസ ഇല്ല. അന്നേരം ഷാനവാസ് അണ്ണൻ എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഷാനവാസ് അണ്ണനെ എൻ്റെ വീട്ടുകാർ സഹായിക്കും. അത് എൻ്റെ വീട്ടിൽ സാമ്പത്തികം ഉണ്ടായിട്ടല്ല, ഇതിനെ സഹായിക്കാൻ വേറെ ആരും പുറത്തില്ല. ഇയാൾക്കുള്ള അളിയൻ എന്ന് പറയുന്ന മൂത്തളിയൻ മാം അയാളുടെ വീട്ടിൽ ചെന്നാൽ ഇടിച്ചിട്ടിട്ട് മാറിയിട്ടാൽ എന്താടാന്ന് പോലും ഒന്ന് ചോദിക്കത്തില്ല. സത്യം. അതുകൊണ്ട് ഇതിനോട് വലിയ സഹതാപമാണ് എൻ്റെ വീട്ടുകാർക്ക്. എൻ്റെ വീട്ടിൽ കൊടുത്ത് സഹായിക്കാൻ വലിയ സാമ്പത്തികമൊന്നുമില്ല. എന്നാലും എൻ്റെ രണ്ടാമത്തെ സഹോദരനായാലും മൂന്നാമത്തെ സഹോദരനായാലും മൂത്ത സഹോദരനായാലും കൊടുത്ത് സഹായിക്കും. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മൂന്നാമത്തെ കൊച്ചൻ പറഞ്ഞ് വസ്തു എവിടെങ്ങാണ്ട് കണ്ടെന്ന് വിളിച്ച് പറഞ്ഞു. പോയേനും ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും അന്നേരം ഞാൻ പറഞ്ഞു, അയ്യോ എന്തോ എടുക്കും സജില. ഞാൻ എന്നിട്ട് സജില അടുത്ത് പറഞ്ഞു, നീ അത് കളയണ്ട, നീ അണ്ണനെ വിളി. അവിടെ ഞാൻ പറഞ്ഞു, നിൻ്റെ ആങ്ങളെ വിളിച്ചു നീ സംസാരിച്ചപ്പോൾ ഉടനെ എൻ്റെ മൂത്ത ചേട്ടനും എൻ്റെ രണ്ടാമത്തെ ആങ്ങളെയും കൂടെ അവർ തമ്മിൽ ഫോണിൽ കൂടെ ഷാനവാസ് അണ്ണനും മച്ചായും കൂടെ സംസാരിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ ആങ്ങളയ്ക്ക് കണക്ഷൻ കൊടുത്ത്. എന്നിട്ട് ഷാനവാസ് അണ്ണൻ പറയുന്നത് മൊത്തം എൻ്റെ ആങ്ങളെ കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്കിന് അന്നേരം എൻ്റെ ആങ്ങളെ ഫോൺ ഇവർ തമ്മിൽ സംസാരിച്ചെല്ലാം കഴിഞ്ഞ് വെച്ച് ഫോൺ താത്ത് വെച്ച് ഉടനെ എൻ്റെ ആങ്ങളെ എന്നെ വിളിച്ച് എവിടെ വെച്ചാൽ സജിലാക്കി വസ്തു മേടിക്കുന്നത്. ഞാൻ പറഞ്ഞിടേ ഞങ്ങൾ മേടിച്ച പോലെ ഒരു കോളനിയാണ്, അത് ഇപ്പോഴേ എഴുതാനൊന്നും പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ തള്ളയാണെന്ന്, വേറൊരു തള്ളയുടേതാണ്, അവരുടെ ആരാണ്ട് പേർക്ക് എഴുതി കൊടുക്കാനാണ് അവരാ അത് വിൽക്കുന്നത് എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് ഇതുപോലെ ഞാൻ അന്നേരം എൻ്റെ ആങ്ങളയോട് പറഞ്ഞിരിക്കുക, അതും കൂടെ ബാധ്യത തീർന്നാൽ ഒരു സ്വസ്ഥതയാവിക്കുക അത്. അതുകൊണ്ടൊരു കാര്യം നിങ്ങൾ എങ്ങനെങ്കിലും 50,000 രൂപ ഒപ്പിച്ചു കൊടു എന്ന് ഞാൻ ഇക്കടുത്ത് പറഞ്ഞു. അന്നേരം അന്നേരം അച്ഛനും ഇവരും തമ്മിലുള്ള കണക്ഷന് ഇവരറിയുന്നില്ല. എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഷാനവാസനെ നിങ്ങൾ സംസാരിച്ചത് മൊത്തം എൻ്റെ ആങ്ങളെ കേട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചത് മൊത്തം എൻ്റെ ആങ്ങളെ കേട്ട്. ഇക്കാക്ക് അങ്ങ് വിഷമമായിപ്പോയി നിങ്ങളുടെ സംസാരം കേട്ടിട്ട്. അപ്പം ഷാനവാസന എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും. അന്നേരം എൻ്റെ മച്ച വന്ന് 2 ആഴ്ചയായി. മച്ച വന്നപ്പോൾ പറഞ്ഞു, നീ അളിയൻ നിൽക്കടുത്ത് ന്യൂഷാക്കാന്നാ വിളിക്കുന്നത് ഇക്കടുത്ത് എന്ന് പറയാം, ഒരു 20,000 രൂപ തരാൻ പറയാം. മാമാണോ സത്യമാണേ? ഞാൻ പറഞ്ഞ് 20,000 രൂപ, അയ്യോ മച്ച വന്ന് അവർക്ക് പെരവണി നടക്കുവാന്ന് പറയുന്നു, കൈ കാണുമോയെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ഞാൻ പോകാമെന്നും പറഞ്ഞ് അണ്ണൻ വിളിച്ച് പറഞ്ഞതിൻ്റെ പിറ്റേന്ന് ഞാൻ ചോറും കറിയെല്ലാം വെച്ച്, അമ്മക്ക് പാചകം ചെയ്യാനൊന്നും പറ്റത്തില്ല, ചോറും കറിയും വെച്ച് ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ്, വെള്ളിയാഴ്ചയാണ്, ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് അത്താക്കും അമ്മക്ക് വിളമ്പി കൊടുത്ത് ആ പാത്രങ്ങളും എല്ലാം കഴുകി വെച്ച് തുണി കഴുകിയതെല്ലാം മടക്കി അവരുടെ കയ്യിലും കൊടുത്ത് എൻ്റെത് കൊണ്ടുവന്ന് അലമാരയിലും വെച്ച് 2:30 മാം ഞാൻ ഇവിടുന്ന് ആറാട്ടുപുഴയ്ക്ക് പോകുന്നത്. അവിടെ ചെന്നു ഞാൻ വീട്ടിൽ നിന്ന് ചോറുണ്ടോണ്ട് വന്നത് എന്നെ നിർബന്ധിച്ചത് കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ടേബിളിൻ്റെ പുറത്തിന് കാര്യവും പറഞ്ഞ് ഷാനവാസണ്ണൻ്റെ കാര്യമാണ് പറഞ്ഞത് മൊത്തം. സങ്കടമുണ്ട്, കഷ്ടമുണ്ട്, എന്തോ കൊടുക്കാനാണ്, അവൻ്റെ കഥ കേട്ടിട്ട് സങ്കടം വരുന്നതൊക്കെ മച്ച ഇരുന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എന്തോ എടുക്കാനാ മച്ച, സഹായിക്കാൻ ആരുമില്ല, സാമ്പത്തികവും ഇല്ല, എന്തോ എടുക്കാനാ, നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ സഹായിക്കാൻ. മാമിനോട് പറയുവാണെന്നുണ്ടെങ്കിൽ എന്തോരാവശ്യം വന്നാലും ആ മനുഷ്യൻ ഈ മനുഷ്യനെ സഹായിച്ചിട്ടുള്ളതല്ലാതെ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, മച്ച ഇപ്പം ഞാൻ വന്നത് എന്തിനാണെന്നറിയാവോ, 20,000 രൂപ മച്ച എനിക്ക് തരണം. അന്നേരം എന്നോട് മച്ച പറഞ്ഞത് ഇത്രയുവാ, മോനെ ഇത് കണ്ടോ പണി നടക്കുക, എനിക്കൊരാളിച്ചിരി പൈസ തരാനുണ്ട്, അത് തരുവാണേ, ഞാൻ മരിച്ചില്ലെങ്കിൽ എനിക്ക് അവന് 20,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് ഒരിടത്തും സഞ്ചരിച്ചിട്ടില്ല. എൻ്റെ ഭർത്താവ് ഗൾഫിൽ പോയതിന് ശേഷമാണ് ഞാൻ ചാരുമൂട് സെൻറ്റർ ചൊവ്വേനേരം ഞാൻ കാണുന്നത്. സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ മനുഷ്യൻ ഗൾഫിൽ പോയതിന് ശേഷമാണ് ഞാൻ ചാരുമൂട് സെൻറ്റർ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും എനിക്ക് കൊണ്ടുതരും. എനിക്ക് വീട്ടിലെ കാര്യങ്ങൾക്ക് പുറത്ത് ഇറങ്ങിപ്പോയി വാങ്ങിക്കണ്ട. എന്തെങ്കിലും സാധനം വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ കൈ കൊണ്ട് തരും. പെരക്കകത്തുനിന്ന് വാടക വീടാ, വണ്ടിക്കകത്തുനിന്ന് ഓട്ടോയിൽ കയറുക, മാന്നാറ് എന്നിറങ്ങുക, അവിടുന്ന് ഓട്ടോയിൽ കയറുക, വീട്ടിൽ വന്നിറങ്ങുക. ഇതായിരുന്നു എൻ്റെ ജീവിതം. ഇവർക്ക് അറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഷാനവാസ് എന്തുകൊണ്ട് അവരിന്ന് അകന്നു. ആ കാര്യത്തിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. ഞാനിപ്പോൾ പറയാൻ വന്നത് അത് തന്നെ. ഞാനാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ ഒരാളേ ഉള്ളൂ, എൻ്റെ 2 സഹോദരന്മാർക്ക് ഞാൻ ഒരാണേ ഉള്ളൂ. അവർക്ക് എന്താവത്ത് പറ്റിയാലും വേറെ ഉണ്ട്, അവർ ഓടി വിളിക്കുന്നത് എന്നെയാണ്. എന്ത് കാര്യത്തിന് ഓടി ചെല്ലുന്നത് ഞാൻ തന്നെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ആരെയും ഒഴിവാക്കത്തില്ല. പിന്നെ ഇവരെൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് ഒറ്റ കാര്യം മാത്രം. ഒരു ദിവസം ഞാൻ രാത്രിയിൽ ഓട്ടം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ചുമ്മാ ഇവിടെ വന്നപ്പോഴത്തേക്ക് തുരുതുരാ മിസ് കോൾ വരുന്നു. അപ്പം ഞാൻ അന്നേരം തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. നിന്റെ തന്തയുടെയും തള്ളയുടെയും കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല,
ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? ഒന്നീ അവരെ കൊണ്ട് വൃത്തസ്ഥാനത്തിലാക്ക്, അല്ലെങ്കിൽ ഞാൻ വിഷം കൊടുത്ത് കൊല്ലും, അല്ലെങ്കിൽ വേറെ വീട് വാടകയ്ക്ക് എടുത്തു കൊടുക്കും. ഇത്രയും പറഞ്ഞ വ്യക്തിയാണ്. നിങ്ങൾക്കത് അറിയണമെങ്കിൽ ഇവള് അങ്ങനെയുള്ളൊരു വ്യക്തി എന്നിട്ട് ഇതെല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് ആ സിമ്മ് പിന്നെ ഒടിച്ചു കളയുക ചെയ്തത്. എന്തിനാ ആ സിമ്മ് ഒടിച്ചു കളഞ്ഞ്? ആ സിമ്മ് എന്തി ഇപ്പം നിലവിലുണ്ടോ? ഇതൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഇവരോട് ചോദിച്ചു എന്താ കാര്യമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ നോക്കിപ്പോണ്ട് ഗൾഫിൽ നിന്ന് അവിടെ നിന്ന് നല്ല എനിക്ക് ഫോൺ വരുക. അത് നിന്റെ ഒരു മൂത്താങ്ങള എന്നെ വിളിച്ചിട്ട് പറയാം, നീ വലിയ പൂച്ചയെ കണക്ക് ഇരുന്നിട്ട് വരണ്ട, പെണ്ണുങ്ങളുടെ സ്വഭാവം കാണിക്കരുത്. ഞാൻ ചോദിച്ചു എന്താ കാര്യം പറ, നിങ്ങളെപ്പോലെ ഞാനിവിടെ കിടക്കുക, എന്താ നിങ്ങൾ കാര്യം പറ. എൻ്റെ പെങ്ങളുടെ ജീവിതം അവിടെ സുരക്ഷിതയല്ല. ഞാൻ ചോദിച്ചു എന്താ കാര്യം? അത് എൻ്റെ പെങ്ങൾ കരഞ്ഞു പോയി എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുക, നിൻ്റെ അത്തായ അമ്മായും പെങ്ങന്മാർ ശരിയല്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൻ്റെ അത്ത കള്ളുകൂടിയാനാ, ഇതൊക്കെ പറഞ്ഞോട്ട് എന്നെ തെറി വിളിക്കുക. ഞാൻ ചോദിച്ചു നിങ്ങൾ തെറി വിളിക്കുക കാര്യം പറ. ഇവന് ഞാൻ സമാധാനത്തെ ചോദിക്കാൻ പിന്നെ ഇവരങ്ങ് വയലൻ്റ് ആവുക പുള്ളിക്കാരന്. അപ്പം ഞാനും തിരിച്ച് ചൂടായിട്ട് ഞാൻ പറഞ്ഞു പെങ്ങൾക്കൊരു കാര്യം ചെയ്യും, വേറെ ആരെങ്കിലും ഇല്ല എന്നെ എത്തിങ്ങാനായിരുന്നോ അനാവന്തിരത്തിന് ആരെങ്കിലും കിട്ടും, നിങ്ങളെടുത്ത് കെട്ടിച്ചു കൊടുക്കും, എന്നെ ഒഴിവാക്കി വിടും, നിങ്ങൾക്ക് അതാ സുരക്ഷിത തോന്നും. അത് കഴിഞ്ഞിട്ട് കുറെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ ഇവളെ വിളിച്ചപ്പോഴത്തേക്ക് ഇവിടെ മൂത്ത നാത്തും ഈ ഗൾഫിൽ കിടന്ന ആളുടെ വൈഫ് വിളിച്ചിട്ട് എന്നോട് പറയും, ഇനി ഷാനവാസ് എങ്ങോട്ട് ചലിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ ഇനി നീ വരുന്നത് നോക്കിയിരിക്കുക, അവിടെ വിറ്റിട്ട് അവൾമാരെയൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു വിട്ടിട്ട് നിന്നെ കൊണ്ടുപോയി ഞങ്ങൾ അവിടെ നിന്നെല്ലാം വിറ്റിട്ട് ഞങ്ങൾ മാനാത്ത് നിങ്ങൾക്ക് വീടും വസ്തുവും മേടിച്ചു തരും, നീ അവിടെ ജീവിച്ചാൽ മതി, തന്തയും നോക്കാൻ പാടില്ല തള്ളയും നോക്കാൻ പാടില്ല. ആ ഒരു വാക്ക് എൻ്റെ ഹൃദയത്തിൽ തട്ടി. അതെനിക്ക് സഹിച്ചില്ല. എനിക്ക് സഹിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അത്രത്തോളം എൻ്റെ മാതാവിനെ ഞാൻ സ്നേഹിക്കുന്നതാണ്. ഞാൻ ഈ കാര്യം ഞാൻ കേട്ടു, നിങ്ങൾ പിന്നെ ജസ്റ്റ് നിങ്ങൾ രണ്ടുകൂടെ ഭാര്യ ഭർത്താക്കന്മാരുടെ എത്ര വർഷം ജീവിച്ചു ഇതിന് മുമ്പ്? ഈ പറഞ്ഞ ടെലിഫോൺ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ എത്ര വർഷം ജീവിച്ചു? 8 വർഷം. 8 വർഷം ജീവിച്ചു. 8 വർഷത്തിന് ശേഷമാണ് അവർ ആദ്യമായിട്ടാണ് വിളിച്ചു പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഫോണിൽ വരുന്നത് അല്ലേ? ആണ്. ആ സംഭവം എന്തുകൊണ്ടുണ്ടായി, എന്തുകൊണ്ട് അവരങ്ങനെ പറയാൻ ഇടയായി എന്ന് സംബന്ധിച്ച് നിങ്ങൾ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചത് വേറെ ഒന്നുമല്ല. വീട്ടിലെ അച്ഛൻ ചോദിച്ചു, നീ എവിടെ ചെന്ന് നീ ഒരു ബാഗും തൂക്കി നീ എന്നും പോകുന്നു, നീ നേരം വെളുത്ത് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു, പാരാത്രിയാകുമ്പോൾ വന്ന് കയറുന്നു, ഞങ്ങൾ 2 ശവങ്ങൾ ഇവിടെ ഇല്ലേ, നിങ്ങൾക്കൊന്ന് പറഞ്ഞിട്ട് വെക്കൂടെ? ഇത്രേ ചോദിച്ചുള്ളൂ. ഇയാൾ ആരോടോ ചോദിക്കാൻ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളെടുത്തു, ഞാൻ പറയേണ്ടത് പറഞ്ഞിട്ടാണ് പോകുന്നത്, എൻ്റെ കാര്യത്തിൽ കയറി ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് ചെയ്ത പണി എന്താ അറിയോ? ഇവിടെ നിന്ന് ചോറെടുത്തോണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയി കറി മേടിച്ചിട്ട് അവരിന്ന് കഴിച്ചോണ്ടിരിക്കുക. അപ്പുറത്തെ വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവർ ചെയ്യുന്നത്? അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ 2 പേരെ തെറ്റിപ്പിക്കുക. ഇത് അവർ ചെയ്യുന്നത്, അവർ സ്ഥിരം ചെയ്യുന്നൊരു പണിയാണ്. അവരൊറ്റ എൻ്റെ ഈ കുടുംബം ഇത്ര ആക്കിയത്. സംഭവം എന്തിനു വേണ്ടിയാ? ആ വസ്തുവിന് വേണ്ടി. ഞാൻ പറഞ്ഞു മരിച്ചെന്ന് പറഞ്ഞാൽ നിനക്ക് തരാൻ പോകുന്നില്ല. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പള്ളി കൊണ്ട് ജമാഅത്തിന് മുമ്പിൽ ആദ്യം എഴുതി വെച്ചു ഇതെങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു വീടും വസ്തുവും ഞാൻ വിറ്റു കൊടുക്കാം. അപ്പോൾ അവർ പറഞ്ഞ് വീടും വസ്തു നീ വിറ്റു കൊടുക്കുമ്പം 20 പവൻ്റെ സ്വർണവും നിന്നെക്കൊണ്ട് ഞാൻ 3 മാസം സമയം എനിക്ക് തന്നു. ആ 3 മാസം കൊണ്ട് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ 20 പവൻ്റെ സ്വർണവും വീടും വസ്തു എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ട് ഞാൻ ഒരു പാർട്ടിയെ ഞാൻ എല്ലാം ഇടപാട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവരെന്നിട്ട് എന്ത് ചെയ്തു? 50,000 എനിക്ക് തന്നു അഡ്വാൻസ് തന്നിട്ട് അവരെ വൈഫിനെ കാണിക്കണം പറഞ്ഞിട്ട് അവർ വിളിച്ചുകൊണ്ട് പോയി. കാണിച്ചപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോൾ അവർ പറയുക ഈ വീട്ടുകാർ പറഞ്ഞു കൊടുക്കുക ആ വസ്തു മേടിക്കല്ലേ, കേസിൽ കിടക്കുമെന്ന്. ശരി, എവിടെ കൊണ്ട് കേസ് കൊടുത്തായിരുന്നു, ചെങ്ങന്നൂർ കോടതി കൊണ്ടുപോകും, സ്റ്റേ ഓർഡർ മേടിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ തമ്മിൽ പിണങ്ങാനുള്ള ഒറ്റ കാരണം വന്നത് നിങ്ങളുടെ അച്ഛനെ അവർ മോശമായി പെരുമാറി. അവർ രാത്രി 7 മണിക്ക് വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾ അച്ഛൻ ഇങ്ങനെ ചോദിക്കുന്നു. അച്ഛൻ ചോദിച്ചപ്പോൾ അവർ പ്രതികരിച്ചതിന്റെ പുറത്ത് അവർ അവിടെ വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം, എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ 8 വർഷം താമസിച്ചൊരു പ്രശ്നം ഉണ്ടാകുന്ന കാര്യമില്ലല്ലോ. ആദ്യമായിട്ട് അങ്ങനെ നിങ്ങൾ വിളിച്ച് പറയണമെങ്കിൽ ആ ഇഷ്യൂ പറയട്ടെ ആ ഒരു ഇഷ്യൂ ആണല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ താളത്തിച്ചല്ലേ? ആ ഇഷ്യൂ മൊത്തം നിങ്ങളോട് പറഞ്ഞു കേൾപ്പിച്ചത് നിങ്ങളുടെ അച്ഛനും അമ്മയാണ് ആണല്ലോ. ആ ഇഷ്യൂ നിങ്ങളില്ലല്ലോ അവിടെ, നിങ്ങളില്ല, നിങ്ങൾ ഗൾഫിലാണ്. നിങ്ങൾക്ക് പറഞ്ഞു കേട്ട അറിവല്ല, നിങ്ങൾക്ക് ഈ സംഭവങ്ങളെ പറ്റി നേരിട്ട് യാതൊരു അറിവില്ല. മനസ്സിലായില്ലേ? അവര് നിങ്ങളോട് പറയാനുള്ള പറഞ്ഞു, ഇന്നടുത്ത് പോയി വൃത്തസ്ഥാനത്തിൽ കൊണ്ടുപോകാൻ പറഞ്ഞ ആരാ? നിങ്ങളോട് പറഞ്ഞു പറയാൻ ആ ഒരു സ്ത്രീ പറയാൻ നിങ്ങളെ ഭാര്യ കൊണ്ടുവിടാൻ പറഞ്ഞത് ഞാനാ, നിങ്ങളുടെ തന്തയും തള്ളയും സംരക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞത് ഞാനാ. പിന്നെന്താ വേണോ? ഷാനവാസ് അണ്ണനോട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഷാനവാസ് അണ്ണൻ ഉമ്മായും പാപ്പായും സ്വസ്ഥതയോടെ ഷാനവാസ് അണ്ണന് ജീവിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് അണ്ണൻ വീട് വാടകയ്ക്ക് എടുത്ത് കഴിഞ്ഞിട്ട് അമ്മ ഞാൻ ഗൾഫിന് ലീവിന് വരുമ്പോഴാണ് ഇതൊരു ടിവിയുടെ അസുഖം കൂടിപ്പോയി. ഇവരെ അറിഞ്ഞില്ല. ഇവരെല്ലാം കൊണ്ട് ഷുഗറിന് കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഓരോ ഡോക്ടർമാരെ കൊണ്ട് കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് ചുമ്മാ ഹെൽത്ത് സെന്ററിൽ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് അവൻ പരിശോധിച്ചാൽ പറഞ്ഞു, മോനെ ഇത് ടിവിയുടെ അസുഖം പഴകിപ്പോയി, നീ എത്രയും പെട്ടെന്ന് വണ്ടാനത്തോ മെഡിക്കൽ കോളേജിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ നീ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് തന്നെ വണ്ടി വിളിച്ച് നേരെ
കരുനാപ്പള്ളി TV ആശുപത്രി കൊണ്ടുപോയി പുതിയാവിൽ. അവിടെ കൊണ്ടുപോയിട്ട് എൻ്റെ മാമിയും കൂടെ വന്നു, അമ്മാവൻ്റെ വൈഫ്. അവിടെ നിന്ന് അവർ പുള്ളി പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞ് ഇത് കൂടുതലാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് വണ്ടാനത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഇപ്പം സാറേ അവിടെ വരെ കൊണ്ടുപോകാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ ഇത്, സാറേ ഒന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ കാര്യം പിടിച്ച് ഏറ്റവും കൂടിയ ആളുകളുടെ കൂട്ടത്തിൽ കൊണ്ടിട്ട്, അത് ഏറ്റവും കൂടുതലല്ല ഇതും കൂടുതൽ, അങ്ങ് കാട്ടിനുള്ളിൽ കൊണ്ടിട്ട് അവിടെ കൊണ്ടിട്ട് 1 മാസം അവർ പറഞ്ഞ് ഒരാഴ്ച ഞാൻ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും ഭേദമായി വരുന്നുണ്ട് അവിടെ ഇട്ട്. അവിടെ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ കാണിച്ചൊരു പ്രതികരണം എനിക്ക് വേറെ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാവും. അപ്പം ഞാൻ കുറച്ച് നേരം അവരുടെ അടുത്തുനിന്ന് ഇരുന്നു. ഇവിടെ അവിടെ കാണിച്ചു കൂട്ടി പരാക്രമം ഒന്ന് കാണിക്കണമായിരുന്നു. ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ, സംഭവം എന്തുവാ, എനിക്ക് അസുഖം പകരുമെന്നു. എന്നിട്ട് പിന്നെ ഇത് അമ്മായും കെട്ടിപ്പിടിച്ച് അവിടെ കടന്നു. പെങ്ങന്മാരുടെ അടുത്തൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല, പിന്നെ അമ്മ അടുത്തൊന്നും 5 മിനിറ്റ് ഇരിക്കാൻ പറ്റത്തില്ല. ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ രീതിയിൽ പറഞ്ഞ് വരുത്തിക്കോളൂ. അമ്മയെ ആശുപത്രി കൊണ്ട് ഉണ്ടായിരുന്നല്ലോ. ആര് ഇല്ലായിരുന്നു, വീട്ടിലിരിക്കുമായിരുന്നു. കുഷ്ഠരോഗം വന്ന ഒരാളുകൾക്ക് ചിലർ ഭക്ഷണം കൊടുക്കുന്നുണ്ടോ, അതായത് കയ്യിലും തൊടാതെ പാത്രത്തിലും കൂടാതെ ഇങ്ങനെ നീക്കിയിട്ട് കൊടുക്കുന്നേ, അതേ അവസ്ഥയിൽ എന്റെ മാതാവിനെ ഇവർ നോക്കി. എന്നിട്ട് മേശപ്പുറത്ത് ചോറ് പിന്നെ ചെയ്ത പ്രകടനം എന്തോ അറിയോ, കുറച്ച് വെള്ളം മേടിക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് കുറെ നേരം കൊണ്ട് വിളിക്കുന്നുണ്ട്, മൈൻഡ് ചെയ്യുന്നില്ല. സംഭവം എന്തോ അപ്പുറത്തെ വീട്ടിൽ ചെന്നിരിക്കുക. അപ്പൊ അവിടെ ചെന്നിരുന്ന് എന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവര് വെള്ളം ചോദിച്ചപ്പോഴത്തേക്ക് ലാസ്റ്റ് വെള്ളം അനത്തി കുടിക്കാൻ വേണ്ടിയിട്ട് അവർ ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടി എണ്ണിച്ച് വന്നിട്ട് ഗ്യാസിനകത്തോട്ട് ഇച്ചിരി വെള്ളം എടുത്ത് വെച്ച് ഞാനവിടെ ഉണ്ടോ നേരം ഞാൻ ഉത്സാഹിച്ച് ഞാൻ കണ്ടോണ്ടിരിക്കുവോ. അവര് വെള്ളം എടുത്ത് ഗ്യാസിലോട്ട് വെച്ചപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങോട്ട് ഓടി വന്നിട്ട് ആര് പറഞ്ഞു പാത്രത്തിൽ തൊടാൻ, അടുക്കളക്കകത്തോട്ട് കയറാൻ ആര് പറഞ്ഞു എന്നും പറഞ്ഞ് പാത്രമല്ല അവിടെ വലിച്ചു ഒറ്റ കയറ് വെളിയിലോട്ട്. ഞാനത് കണ്ടോണ്ട് നിൽക്കുവാ. അത് എന്താ ഇവരുടെ ഇതെന്തോ അറിയോ, ഇവർക്ക് കൂടെ അസുഖം പടരും എന്നുള്ളൊരു ഭയപ്പാട്. അതിനു വേണ്ടിയിട്ട് ഇവരെ പട്ടിയെ കാണുന്നില്ലല്ലോ, കുഷ്ഠരോഗം വന്ന് പട്ടിയെ കണക്ക് കാണിക്കുമ്പോൾ വേറെ എനിക്ക് സങ്കടം വരുമോ? അതല്ല, ഞാൻ അവിടെ വിഷയമൊന്നും ഉണ്ടില്ല. ഞാൻ എണ്ണിച്ച് ചെന്നപ്പോഴത്തേക്ക് വെള്ളം വെച്ചു അടുപ്പേല്, എന്റെ അമ്മ വെള്ളം വെച്ചു. പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ പറഞ്ഞത് മാത്രം സത്യം, അയാൾ പറയുന്നത് കള്ളമെന്ന് പറഞ്ഞ് ലോകത്തൊരു സംഗതികളുണ്ട്. 2 പെങ്ങന്മാരേ ഉള്ളൂ അദ്ദേഹത്തിന്, അവരെ കെട്ടിച്ചയച്ചു. ഇദ്ദേഹമാണ് മാതാപിതാക്കന്മാരെ നോക്കാൻ ബാധ്യസ്ഥൻ. അപ്പം അവിടെ ഒരു വലിയ വേദന വരുന്നു എന്നുള്ളതാണ് ഈ പ്രശ്നത്തിന് ഏറ്റവും പ്രധാനമായിട്ട് അയാൾക്ക് വിഷമം ഉണ്ടായിട്ടുള്ള കാര്യം. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഞാൻ ഇതിനൊന്നിനും ഞാൻ ഇറങ്ങിത്തിരിക്കത്തില്ലായിരുന്നു. ഇവിടെ ഇരുന്നോണ്ട് ഞാൻ പറയാം, സത്യം പറയാം, ഞാൻ ഒരു കാര്യത്തിനും ഇറങ്ങിയില്ല. ഇത്രയും ഞാൻ 10-12 വർഷം ഞാൻ കോടതി എങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും വർഷം ഞാൻ വണ്ടി ഓടിച്ചു നടക്കും, ഒരു പെറ്റി കേസ് പോലും എൻ്റെ പേരിലില്ല, ഒരു കേസ് പോലും ഇല്ല. നിങ്ങൾ സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചു നോക്കും, ഒരു കേസ് എൻ്റെ പേരിലില്ല. ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് ഈ വെയ്യാത്തവരെയും കൊണ്ട് ഈ കോടതി ഇത്രയും കയറ്റി. അതെല്ലാം പോട്ടെ, ഇവര് നല്ലൊരു ഭാര്യ ആയിരുന്നെങ്കിൽ ഇവർ ചെയ്യേണ്ട കടമ. ഒരാങ്ങളെ വന്നു ഇവരെടുത്ത് എൻ്റെ അടുത്ത് ഇത്രയും ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ കാര്യം നല്ലൊരു തിരക്ക്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ചെന്നൊരു തിരക്ക്, എന്തോ സംഭവിച്ചത്, ഞാനിവിടെ കിടക്കുക, നിങ്ങൾ അവിടെ പോയി കാര്യം തിരക്കിയിട്ട് നിങ്ങൾ എന്താ തീരുമാനം നിങ്ങളെടു എന്ന് ഞാൻ പറഞ്ഞു. കാര്യം ഞാൻ കാണിച്ചു തരാടാ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് കുറെ തെറി എന്നെ വിളിച്ചത്. എന്നാ എൻ്റെ വീട്ടിലുള്ളവരെ വെറും ഇല്ലേ പിന്നെ തെരുവിൽ നടക്കുന്ന വെറും താഴ്മയെ കിടക്കുന്ന ആളുകളുടെ രീതിയിലുള്ള സംഭാഷണ എന്നെ സംഭാഷണം ചെയ്യും. അത് എനിക്കത് നല്ല വേദനയായിപ്പോയി. എന്നിട്ട് ഞാൻ ഇവരെ ആങ്ങളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കാണിക്കുന്നത് പെങ്ങളുടെ ജീവിതം നിങ്ങൾ തുലയ്ക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേര് നിങ്ങൾ എന്ത് പ്രശ്നത്തിന് പോയാലും അന്നേരം ഇതിനകത്ത് നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ, ഞാൻ കാണത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇവർ കൊണ്ടുപോയിട്ട് ഒന്നാം സാക്ഷി എൻ്റെ മൂത്ത പെങ്ങള് കോടതി കൊണ്ടു കൊടുത്തേക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് വരുന്ന വാറണ്ട് 2 ദിവസം അകത്ത് കിടന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവള് പറയണം ഇക്ക വരട്ടെ, കേസ് കൊടുക്കാൻ പറ്റേ, അവൻ വരട്ടെ, വന്ന് നമുക്ക് കല്ലും നെല്ലും തിരിച്ചറിയാം. അതല്ലേ നമ്മുടെ കുടുംബത്തിലായാലും നടക്കേണ്ട കാര്യം അതില്ലേ. നമ്മളതെത്തുന്ന സ്വാഭാവികമായിട്ടും തിരക്കുമല്ലോ. അല്ലെങ്കിൽ ഇവിടെ ആങ്ങളെല്ലാം ചെയ്യേണ്ടത് നേരെ പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ അമ്മായത്തെ അവിടെ ഉണ്ട്, നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ അവൻ്റെ അളിയനുണ്ട്, അവൻ്റെ പെങ്ങന്മാരുണ്ട്. പ്രസവിച്ച് 3 ദിവസം പോലും തികയാത്ത എൻ്റെ പെങ്ങളെ എടുത്തിട്ട് അടിച്ചു. എന്റെ പ്രസവിച്ച് 3 ദൃക്സാക്ഷിയുണ്ട് അവിടെ, 3 ദിവസം പോലും തികഞ്ഞില്ല, അതിനെ എടുത്തിട്ട് അടിച്ചു. എന്നിട്ട് വലിയ കാര്യത്തെ എന്നെ വിളിച്ചിട്ട് പറയേ ഞാനൊന്നും കൊടുത്തിട്ടുണ്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ. അല്ല ഇവിടെയും പറഞ്ഞു അവരത് അടിച്ചു എന്ന് പറഞ്ഞില്ല, പക്ഷെ ഞാൻ ഇതെല്ലാം അതിന് ദൃക്സാക്ഷിയുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ വാറണ്ട് പേപ്പർ വരുന്നു, കോടതിയിൽ നിന്ന് ഹാജരാവണം പറഞ്ഞിട്ട്. 1 വർഷം എൻ്റെ വയ്യാത്ത തള്ള വീൽ ചെയറിൽ കിടക്കുക. അതായത് ഞാൻ വന്നിട്ടും മജിസ്ട്രേറ്റിന് മുമ്പിൽ എടുത്തുകൊണ്ടുവന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടിരുത്തി. ഇവർ പേര് വിളിച്ചിട്ട് ആളിനെ കാണാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ എടുത്തുകൊണ്ടിരുത്തി. അപ്പം മജിസ്ട്രേറ്റ് പറയാം, ഇത്രയും വയ്യാത്തവരാന്ന് ഞാൻ അറിഞ്ഞില്ല, അവിടെ തന്നെ കൊണ്ടിരുത്തിയേക്കാൻ. ഞാൻ വണ്ടിക്കകത്ത് ഞാൻ കൊണ്ടു നടന്നു, എൻ്റെ അളിയൻ വരെ കോരി എടുത്തുകൊണ്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുവച്ചു.
എന്നിട്ട് ഞാൻ ഇവരടുത്ത് ഞാൻ വേറെ ഒരു അക്ഷരം ഞാൻ മിണ്ടിയില്ല. അല്ല അവരെ പ്രതിയാക്കിയായിരുന്നു. പ്രതിയാക്കിയിരുന്നു. പിന്നെ ഇവിടെ അതിന്റെ കോപ്പിയുണ്ട്. അല്ല കോടതി പൊക്കിയെടുത്ത് ഷാനവാസണം കൊണ്ടുപോയെന്ന് പറഞ്ഞത് കള്ളവാന്ന് എന്താ കള്ളോ? അതാണ് ഇവിടെ അപ്പുറത്ത് വീൽ ചെയറിൽ ഇരിക്കുന്നത്. അത് വാക്കറും പിടിച്ചോണ്ടായിരിക്കുന്നത്. 2 ആഴ്ചക്ക് മുമ്പ് അമ്മ ഒരു കുഴപ്പമില്ലാതെ കോടതിയുടെ മുന്നിൽ നടന്നു വന്നല്ലോ ഷാനവാസനെ. അതിനകത്ത് മൊത്തം അവരുടെ റെക്കോർഡായിരിക്കുന്നത്. എനിക്ക് വേറെ ഒന്നുകൂടെ ബോധിപ്പിക്കാനില്ല. ഞാൻ ഇപ്പൊ ഇവിടെ വന്നു. ഇപ്പൊ മാഡം ഇവിടെ ചോദിച്ചില്ലേ ഞാൻ എത്ര രൂപ എന്റെ കയ്യിൽ വിഷം ഉണ്ടെന്ന്. ഇന്ന് 1 രൂപ വിഷം മേടിച്ചില്ല. 3 മാസമായി വാടക കൊടുത്തിട്ട് വീട്. 3 മാസം. ഞാനിപ്പോ ഇത്രയും ദിവസം ഞാൻ കൂലിക്ക് ഓട്ടോറിക്ഷ ഓടിക്കുന്നു. 300 രൂപ വാടകയ്ക്ക്. നോക്ക് കറണ്ട് ബില്ല്, ഇവരുടെ ആശുപത്രി ചെലവ്, ഇപ്പൊ 2 പേരെല്ലാം മുറിഞ്ഞു പോയത്. ഇതെല്ലാം ഞാനാ നോക്കണ്ടേ. ഇതിനകത്തൊന്നും തീർന്നില്ല. ഇവരെ ഞങ്ങളെ 3 പേരാണ് തൂക്കിയെ കൊന്നേര്. ഇത്രയും നാളെ ഞാൻ കോടതി കയറി ഇറങ്ങി ഞാൻ കൊണ്ടുനടന്നില്ലയോ. ഞാൻ അല്ലെങ്കിൽ വരണ്ട് പള്ളിക്ക് പരാതി കൊടുത്ത് അത് ഇതുപോലെ ഒരു ആളുകൾ 4 പേര് കൂടി സംഘടിപ്പിച്ച് അത് പരിപാടി കഴിഞ്ഞ് കോംപ്രമൈസ് ആക്കി വിട്ടേനെ. അങ്ങനെയല്ലേ വരത്തുള്ളൂ. കോടതി കയറുമായിരുന്നു. കോടതിയിലെ കേസ് എന്താ? ചെങ്ങന്നൂർ കോടതിയിലെ കേസ് ഇവര് പിൻവലിച്ചു. ഇനി ഇപ്പൊ നിലവിൽ ഏതെങ്കിലും മാവേലിക്കര കോടതിയിലാണ് ഇപ്പൊ വിചാരണ. ഇവരുടെ സാക്ഷിസ്ഥാനം കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ അടുത്ത് ഞങ്ങളെയാ. അതെന്തോ ആവശ്യപ്പെട്ടേക്കുന്നത് അവിടെ ആവശ്യപ്പെട്ടേക്കുന്ന ഇവര് പറഞ്ഞേക്കുന്ന 28 പവന് അത് പണം തിരിച്ചു കിട്ടണം. പണ്ടോ 28 പവന് കൊടുത്ത് തന്നിട്ടുണ്ട്. 3 ലക്ഷം രൂപ ശ്രീധരൻ തന്നത്. 2 ലക്ഷം രൂപ എനിക്ക് വാഹനം മേടിക്കാൻ തന്നു. 2 ലക്ഷം രൂപ എന്റെ ഇളയ പെങ്ങളെ കല്യാണം നടത്തി വിട്ട്. ഒരു ആളിന്റെ കൂടെ സ്നേഹിച്ചിറങ്ങി പോയ ഒരാളിന്റെ 2 ലക്ഷം രൂപ ശ്രീധരൻ കൊടുത്തു. ഇവർ കൊടുത്തേക്കുന്നത് ഞാൻ എല്ലാത്തിനും കോപ്പി ഞാൻ എടുത്തു തരാം. അത് എന്റെ വക്കീലിന്റെ അടുത്ത് ചോദിച്ചാൽ ഇപ്പൊ എല്ലാം എടുത്ത് തരും. അല്ലെ എനിക്കിവിടെ ആരെയും കള്ളം പറഞ്ഞിട്ട് എനിക്ക് വേറെ കാര്യമുണ്ട്. ഞാൻ ഒറ്റ കാര്യം ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. ഇവരെ ഞാൻ ഉപേക്ഷിക്കാൻ കാര്യം. എന്നിട്ടും ഇത്രയും വർഷമായി പിള്ളേരൊന്നുമില്ല. ഞാൻ ഇപ്പം കല്യാണം കഴിച്ച് വണ്ടി യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അല്ലെ അതിനെ ഞാൻ കൊണ്ടുവന്നേനെ. കാര്യം 2 മാസമായി. ആദ്യത്തെ അബോഷനായി പോയി. രണ്ടാമത് ഇപ്പം ആയതാ. 2 മാസമായി. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അതിനെയും കൊണ്ടുവന്നേനെ. അതിനകത്ത് ഒരു ഇതുമല്ല. എത്തിയെന്ന് വെച്ചാൽ വെറും അനാഥയായിട്ടൊരു പെണ്ണിനെ കെട്ടിയത്. ഞാൻ അവരെ കയ്യിൽ നിന്ന് പൊന്നും പണം ഒന്നും പറ്റില്ല. അച്ഛനില്ലാത്ത അമ്മയുള്ള മെന്റൽ പേഷ്യൻ്റാ. ഇതെല്ലാം കഴിഞ്ഞ് അവരെ വീട്ടിൽ ചെന്ന് ആലോചിച്ച് അവരെ മാമയുടെ മക്കൾ വഴി ഇവരെടുത്ത് പോയി ആലോചിച്ച് നിങ്ങളുമായിട്ട് ബന്ധം പിരിയാൻ എന്താ കാരണമെന്ന് ചെന്ന് ചോദിച്ചാൽ ഇവരെടുക്കുമ്പോൾ പറഞ്ഞു അവന് പിള്ളേരുണ്ടാവത്തില്ല. നിങ്ങളുടെ കൊച്ചിനെ നിങ്ങൾ അന്ധകാരത്തിലോട്ടാണ് വിടുന്നത്. അവര് വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അവരെ വേണം ഇപ്പൊ വിളിച്ച് കേൾപ്പിക്കാം. അല്ല അതിന് വലിയ വൈദ്യപരിശോധന നടത്തിയിരുന്നു നിങ്ങളെ? എന്നിട്ട് ഇവര് പറയുന്നത് എനിക്ക് കുട്ടികൾ ഉണ്ടാവത്തേ ഇല്ല എന്ന് ഇവര് പറഞ്ഞേ. അതിന്റെ റെക്കോർഡെല്ലാം അവരവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഉണ്ടാവത്തില്ലെന്ന്. ഏതെങ്കിലും ഡോക്ടർ എഴുതി കൊടുത്തോ അല്ലെങ്കിൽ പറഞ്ഞോ സീലും വെച്ച് കൊടുത്തോ? ഉണ്ടാവത്തേ ഇല്ല, പ്രതീക്ഷിക്കുന്നത്. എന്നിട്ട് ഞാൻ പോയി ഡോക്ടർ പറഞ്ഞത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതിന് ഈ മരുന്നുകൾ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ലീവ് കഴിഞ്ഞ് ഞാൻ കയറി പോകുന്നത്. 1 മാസം മരുന്ന് കഴിച്ചിട്ട് വല്ല കാര്യം വല്ലതും ഉണ്ടോ? അത് കഴിഞ്ഞ് ഞാൻ കയറി പോയി.